കർത്താവിൽ പ്രിയരെ, ദൈവവചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ദൈവവചനത്തിൽ ആഹാരത്തെ സംബന്ധിക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്പം കൊണ്ട് അനേകർക്ക് തിന്ന് തൃപ്തിയാകുന്ന വിധത്തിലുള്ളതായ അനുഗ്രഹങ്ങൾ. ഒന്നാമത്തത് സാരപ്പാത്തിലെ വിധവയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതമാണ്. ആഹാബ് രാജാവ് ഇസ്രായേൽ ഭരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് ഒരു വലിയ ക്ഷാമമുണ്ടായി. വളരെ നാൾ മഴ പെയ്യാതിരുന്നു. ആ അവസ്ഥ 42 മാസം നീണ്ടു നിന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ദൈവം ഏലിയ പ്രവാചകനെ സാരഫാത്തിലെ വിധവയ്ക്ക് ഒരു അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി അയച്ചു. 1 രാജാക്കന്മാർ 17:12 ഇങ്ങനെ വായിക്കുന്നു: അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുവന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് വന്ന് അവളോട് വെള്ളം കുടിക്കാൻ ചോദിക്കുകയാണ്. എന്നിട്ട് ഒരപ്പം തരാൻ പറയുകയാണ്. അപ്പോൾ അവൾ പറയുന്ന മറുപടിയാണിത്. 1 രാജാക്കന്മാർ 17:13 ഏലിയാവ് പറയാണ്: ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്ക് നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. 1 രാജാക്കന്മാർ 17:14 ദൈവം അവൾക്കൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേൽ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് വിശ്വസിച്ചു. 1 രാജാക്കന്മാർ 17:15 അവൾ ചെന്നു ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. എന്ന് പറഞ്ഞാൽ വളരെ നാളുകൾ ഏലിയാവിനും അവിടുന്നാണ് ആഹാരം കൊടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1 രാജാക്കന്മാർ 17:16 യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ഇവിടെ ഈ അത്ഭുതം ചെയ്തിരിക്കുന്നത് ആ കുടുംബത്തിൻ്റെ സന്ധാരണത്തിന് വേണ്ടിയാണ്. അല്ലാതെ ഒരു ബിസിനസ് നടത്തുന്നതിന്, ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നതിന് ഉള്ള അനുഗ്രഹമല്ല ദൈവം നൽകിയത്. അതുമാത്രമല്ല, ഈ അനുഗ്രഹം ഈ ക്ഷാമത്തിൻ്റെ കാലത്ത്, കാലത്ത് മാത്രം, മഴയില്ലാതിരുന്ന കാലത്തേക്ക് മാത്രം ഉള്ളതായിരുന്നു. നിത്യകാലം അവർക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തുടർന്ന് നൽകിയില്ല. അടുത്തത് ഒരു ഭരണി എണ്ണയെ കുറിക്കുന്നതാണ്. 2 രാജാക്കന്മാർ 4:1 വാക്യം പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് നിലവിളിച്ചു: നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാസൻ യഹോവ ഭക്തനായിരുന്നു. അപ്പോൾ യഹോവ ഭക്തനായിരുന്ന മനുഷ്യനും കടമുണ്ടാകാൻ സാധിക്കും എന്നാണ് ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. 2 രാജാക്കന്മാർ 4:2 എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. 2 രാജാക്കന്മാർ 4:3 അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, എംപ്റ്റി വെസൽസ്, പാത്രങ്ങൾ കുറവായിരിക്കരുത്. 2 രാജാക്കന്മാർ 4:4 പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. 2 രാജാക്കന്മാർ 4:5 അവൾ അവനെ വിട്ടുചെന്നു, തൻ്റെ മക്കളോടുകൂടി അകത്ത് കടന്നു, വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. 2 രാജാക്കന്മാർ 4:6 പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. 7 വാക്യം അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി
ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. കടം വീട്ടുക, അതിനുശേഷം ബാക്കിയുള്ളത് കൊണ്ട് കുടുംബത്തിൻ്റെ ചെലവ് നടത്തിക്കൊള്ളാൻ പറയും. ഇവിടെയും ഈ അനുഗ്രഹം എന്തിനു വേണ്ടിയാണ്? കുടുംബത്തിൻ്റെ സന്ധാരണത്തിന് വേണ്ടിയാണ്. അല്ലാതെ എണ്ണയുടെ ഒരു മൊത്ത വ്യാപാരം നടത്തുന്നതിന് ഒരു അനുഗ്രഹം അവിടെ കൊടുത്തില്ല. അവൾക്കുണ്ടായിരുന്നതിൽ നിന്നാണ് ഒരു അനുഗ്രഹം ദൈവം നൽകുന്നത്. ഈ അനുഗ്രഹം തുടർച്ചയായിട്ട് അവർക്ക് തീർന്നു പോകാത്ത വിധത്തിൽ, നിന്നു പോകാത്ത വിധത്തിൽ ആയിരുന്നില്ല. പിന്നെയോ പാത്രങ്ങൾ തീർന്നു പോയപ്പോൾ എന്ത് ചെയ്തു? എണ്ണ ഒഴുകുന്നത് നിന്നുപോയി. അടുത്തത് കലത്തിൽ മരണം എന്നൊരു പ്രസ്താവന നമ്മൾ കാണുകയാണ്. ഇത് 2 രാജാക്കന്മാർ 4-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലാണ്. എലീശയുടെ കാലത്താണ്. അനന്തരം എലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തൻ്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. 2 രാജാക്കന്മാർ 4:39. ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്നു. ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചൂര പറിച്ച് കൊണ്ടുവന്നു. അവർ അറിയായികയാൽ അരിഞ്ഞ പായസക്കലത്തിൽ ഇട്ടു. 2 രാജാക്കന്മാർ 4:40. അവർ അത് ആളുകൾക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവയെ, കലത്തിൽ മരണം എന്ന് പറഞ്ഞു. 2 രാജാക്കന്മാർ 4:41. അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. മാവ് കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. മാവ് അത് കലത്തിലിട്ടു. ആളുകൾക്ക് വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ ദൂഷ്യമായതുള്ളതൊന്നും കലത്തിലുണ്ടായിരുന്നില്ല. ഇതാണ് ആഹാരത്തെ സംബന്ധിക്കുന്ന വേറെ ഒരു അനുഗ്രഹം. അടുത്തത് അതിനെ തുടർന്ന് രേഖപ്പെട്ടിരിക്കുന്നതായ കാര്യം എന്ന് പറഞ്ഞാൽ, ദേശത്ത് ക്ഷാമം നടക്കുന്ന സമയത്താണ്. 2 രാജാക്കന്മാർ 4:42. അനന്തരം ബാൽ ശാലിസായിൽ നിന്ന് ഒരാൾ ദൈവപുരുഷന് ആദ്യഫലമായിട്ട് 20 യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു. ജനത്തിന് തിന്മാൻ കൊടുക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അതായത് 20 യവത്തപ്പം മലരും കൊണ്ട് എത്ര പേർക്ക് ആഹാരം കൊടുക്കാൻ ഒക്കും എന്നാണ് ചോദിക്കുന്നത്. 2 രാജാക്കന്മാർ 4:43. അതിനവൻ്റെ ബാല്യക്കാരൻ, ഞാനിത് 100 പേർക്ക് എങ്ങനെ വിളമ്പും എന്ന് പറഞ്ഞു. അവൻ പിന്നെയും, എലീശ പ്രവാചകൻ പറയാണ്, ജനത്തിനത് തിന്മാൻ കൊടുക്കുക, അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. 2 രാജാക്കന്മാർ 4:44. അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു. യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു. അടുത്തത് കർത്താവ് യേശു ക്രിസ്തു 5000 പേരെ 5 അപ്പം കൊണ്ട് പോഷിപ്പിക്കുന്ന ആ സംഭവമാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവർക്ക് ആഹാരം കൊടുക്കാൻ പറയുമ്പോൾ ശിഷ്യന്മാർ പറയുന്നതാണ് ഈ ഉത്തരം. മത്തായി 14:18. അതിങ്ങി കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. മത്തായി 14:19. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്തു, സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. മത്തായി 14:20. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. 14:21. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. അതിനുശേഷം കർത്താവ് പറഞ്ഞതായ ഒരു കാര്യം ഉണ്ട്. അതെന്താണെന്നറിയാമോ? ശേഷിച്ചത് ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ എല്ലാതും ശേഖരിക്കാൻ പറയുകയാണ്. അതായത് സ്വർഗത്തിൻ്റെ സകല നിക്ഷേപങ്ങളുടെയും ഉടയവനായ കർത്താവ് ഒരു ചെറിയ കഷ്ണം, കഷ്ണം അത് വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അതെല്ലാം ഗ്യാദർ ചെയ്യാൻ പറയുകയാണ്. ഇങ്ങനെ വായിക്കുകയാണ് യോഹന്നാൻ സുവിശേഷം 6:12. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. ഇതൊരു വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. എന്ത് ചെയ്യണം? നമ്മൾ ഒന്നും നഷ്ടമാക്കാൻ പാടില്ല, ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. വേറെ ചൈൽഡ് ഗൈഡൻസ് എന്ന പുസ്തകത്തിൽ മിസ്സസ് ഇ. ജി. വെറ്റ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, Yet when he went forth to contribute to the support of the family by his daily toil, he possessed the same power as when he wrought the miracle of feeding the 5,000 hungry souls on the shores of Galilee.
അതായത് കർത്താവ് എന്ത് ചെയ്തു? 30 വയസ്സ് വരെ അധ്വാനിച്ചു. ആ ജോലി ചെയ്താണ് കുടുംബത്തെ പോറ്റിയത്. അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തത്? കരുതിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനുള്ളതായ തൻ്റെ കഴിവ് തൻ്റെ ജോലിയുടെ ഭാരം ലഘൂകരിക്കുന്നതിനോ അല്ലെങ്കിൽ ജോലി ചെയ്യാതെ കുടുംബത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നതിനോ കർത്താവ് ഒരിക്കലും ഉപയോഗിച്ചില്ല എന്ന ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, സർവശക്തനായ ദൈവം, സകലത്തിൻ്റെ ഉടയവനായവൻ, ദിവസം തോറും ഞങ്ങൾക്ക് ആഹാരം തരുന്ന ദൈവം, അവിടുത്തെ കൃപയടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിപ്പാനും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും കർത്താവിൽ ആശ്രയിപ്പാൻ അടിയങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നവരെയും ഞങ്ങൾ വിശ്വസ്തരായി നിലനിൽപ്പാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.